നമസ്കാരം. ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ പോകുന്നതായ അത്ഭുതകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ 2 വിശേഷപ്പെട്ട ഭഗവാന്റെ ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ ഭഗവാന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളിൽ ഈശ്വരാധീനം അഥവാ ഭഗവാന്റെ അനുഗ്രഹം നിറയുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശക്തി അല്ലെങ്കിൽ കഴിവ് എന്നിവ ജീവിതത്തിൽ ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, കഴിവിനൊത്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചിട്ടും അത് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായും അതിലൊരു മാറ്റം സംഭവിക്കുകയാണ്. ജീവിതത്തിൽ ഒരു മാറ്റം അനുഭവിക്കുവാനുള്ള അവസരം ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഭഗവാനായി തന്നെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. ഏത് കാര്യങ്ങളിലും നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം തടസ്സങ്ങൾ തന്നെയാണ്. അത് പലരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളാലും ഈ തടസ്സങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നല്ല കർമ്മങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അതിനു പോലും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് കാണുന്നു. പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കുന്ന സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഏത് കാര്യവും ധൈര്യപൂർവം നേരിടുവാൻ നിങ്ങൾ പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ലഭിക്കാത്തതും അനിവാര്യവുമായ വ്യക്തത നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നു എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ നിങ്ങളിലേക്ക് വ്യക്തത നൽകും. അത് തിരിച്ചറിവുകളായി ജീവിതത്തിൽ മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പുതു ഊർജം ലഭിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പുതു ഊർജം തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത്. ഇതിന് അധികം താമസമില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ബുദ്ധി തെളിയുന്നതായ കാലം, അതായത് കൂടുതലായും ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന സന്ദേശം ലഭിക്കുന്നു. അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അറിവ് സ്വീകരിച്ച് നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാനായി പോവുകയാണ്. അവസരങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിചാരിക്കുന്ന ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ അത് സാധിക്കുകയും ചെയ്യും. ചില കാര്യങ്ങൾ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങളെ തകർക്കാൻ പലരും ശ്രമിക്കുന്നു എന്നത് വാസ്തവമാണ്. അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട ഇരുട്ട് ജീവിതത്തിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജീവിതത്തിൽ പുതിയ വെളിച്ചം, ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ നിറയുന്നതായ സമയമാണ്. തീർച്ചയായും നിങ്ങൾക്ക് അത് അനുഭവഭേദ്യമായി തീരും എന്ന കാര്യവും പ്രധാനമായും ഓർക്കുക. തീർച്ചയായും ഈ സമയം സൽക്കർമ്മങ്ങളുടെ അനുകൂലമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യാവുന്നതാണ്. ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും ഭഗവാൻ നിങ്ങളോട് പറയാതെ പറയുന്ന കാര്യങ്ങളായതിനാൽ കൂടിയാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം
അത് എന്ത് തന്നെയാണ് എങ്കിലും കയ്യും കെട്ടി നോക്കി നിൽക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങൾക്ക് ഉചിതമാണ് എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നതായ പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും സംഭവിക്കുകയും മാറി ചിന്തിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യാം. ഭഗവാനായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തുന്ന ഒരു സാഹചര്യം, ഒരു മാറ്റമായി തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഗുണകരമായി തന്നെ മാറുന്ന സാഹചര്യം രൂപപ്പെടാം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ അനുകൂല ഫലങ്ങൾ ഭഗവാൻ തന്നെ പ്രദാനം ചെയ്യും. സഹായം തന്നെയാണ് നിങ്ങളിലേക്ക് ഈ സമയം കടന്നു വരിക. പരമശിവന്റെ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പല രീതിയിലും കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണം, അല്ലെങ്കിൽ പലവിധ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. നിറവേറ്റുവാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടത്തുകയും എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഫലം കാണാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ചുറ്റുമുള്ളവരെക്കാൾ വേഗത്തിൽ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് പോലും വരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യതയോടെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക. പല കാര്യങ്ങൾക്കും ഒരു ആരംഭം കുറിക്കുവാൻ അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടുവാൻ സാധിക്കും. വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാവുന്നതാണ്. പരീക്ഷകളിൽ പല വിധത്തിലും വിജയങ്ങൾ നേടുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ധനം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. അപ്രതീക്ഷിതമായ ചെലവുകൾ നേരിടുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. പ്രതീക്ഷിക്കാതെ തന്നെ ചെലവുകൾ വർദ്ധിച്ചു എന്ന് വരാം. അനാവശ്യമായ ചിലവുകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. നിക്ഷേപം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തികപരമായി വളരെയധികം മെച്ചപ്പെടുന്ന സമയം രൂപപ്പെടാം എന്നതും വാസ്തവമാണ്. സമ്പാദിക്കാനുമുള്ള അവസരങ്ങൾ, ധനപരമായി സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലൂടെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടാം. അത് യാത്രകളുമായി ബന്ധപ്പെട്ടുമാകാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അംഗീകാരങ്ങൾ ലഭിക്കാതെ വിഷമിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അതിലൊരു മാറ്റം സംഭവിക്കാം. പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നതിലൂടെ പല നേട്ടങ്ങളും കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും മാറിക്കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നുകൂടി ഓർക്കുക. പല കാര്യങ്ങളിലും മറ്റുള്ളവരുമായി കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ തയ്യാറാവുകയും ചില പിണക്കങ്ങൾ മറക്കുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. ഈ സമയം അത് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾക്കോ പിന്തുണ നേടിയെടുക്കുന്നതിനോ സഹായകരമായി തീരാം. പല കാര്യങ്ങളിലും നിങ്ങളുടെ മുഖം മൂടി ഇല്ലാതാകുന്നു. അതായത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ പലരും മുഖം മൂടി ധരിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അവരെ കൃത്യമായി മനസ്സിലാക്കുവാൻ, അവരുടെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം തിരിച്ചറിവുകൾ വന്നു ചേരാം. പ്രപഞ്ചം പല രീതിയിലും അവസരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു എന്നതും വാസ്തവം തന്നെയാണ്.
പല കാര്യങ്ങളിലും നിങ്ങളുടെ മികവ് വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും തിരിച്ചടികൾ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും പ്രതീക്ഷിച്ചതുപോലെ പല കാര്യങ്ങളും സംഭവിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ തീർച്ചയായും ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെടുന്നു എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക്, പ്രയത്നങ്ങൾക്ക് ശരിയായ രീതിയിൽ ഫലം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് പോകണം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ സമയം ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾക്ക് സംഭവിക്കാം.